ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് NHPC ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതിയതായിട്ട് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന്റെ ഒരു വേക്കൻസീസ് വന്നിട്ടുണ്ട്. കുറെ വേക്കൻസീസ് ഉണ്ട്. നമുക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, ഡിഗ്രി കഴിഞ്ഞവർക്ക്, അതുപോലെ തന്നെ ITI കഴിഞ്ഞവർക്കൊക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. എക്സാമും കാര്യങ്ങളൊന്നുമില്ല, തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോസിൽ നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ നമുക്ക് എന്തായാലും നോക്കാം. ഡ്യൂറേഷൻ വരുന്നത് 1 ഇയർ ആണ്. അപ്പോൾ അത് 2 ഇയർ വരെയും എക്സ്റ്റെൻഡ് ആകാൻ ചാൻസ് ഉണ്ട്, എക്സ്റ്റെൻഡ് ആവും. പിന്നെ യൂണിറ്റ് ഫസ്റ്റ് വരുന്നത്, ഒന്നാമത്തെ യൂണിറ്റ് വരുന്നത് കോർപ്പറേറ്റ് ഓഫീസ് ഫരീദാബാദിലാണ്. ഇവിടെ കാണാൻ പറ്റും ഹരിയാനയിലാണ്. ഗ്രാജുവേറ്റ് സിവിൽ ആണെങ്കിൽ 10 പോസ്റ്റ് ഉണ്ട്, ട്രെയിനിങ് സ്ലോട്ട് ഉണ്ട്. ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽക്ക് 3, ഗ്രാജുവേറ്റ് മെക്കാനിക്കൽക്ക് 5. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. HR എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 15. അങ്ങനെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള അപ്രന്റീസ് ട്രേഡിന് ഇത്രയും വേക്കൻസി ഇവിടെ കാണാൻ പറ്റും. പിന്നെ IT അപ്രന്റീസ് ആണെങ്കിൽ ഫസ്റ്റ് സോണിൽ 25, 10, 15, 5, 2 ഇവിടെ കാണാൻ പറ്റും. 107 വേക്കൻസീസ് ആണ് ടോട്ടൽ ഉള്ളത്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് ഇവിടെ കാണാൻ പറ്റും, റീജിയണൽ ഓഫീസ് ബനിഗട്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഉള്ളത് IT അപ്രന്റീസ് ട്രേഡിംഗ് ആണ്. ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ 4 ട്രെയിനിങ് ഉണ്ട്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർക്ക് ടോട്ടൽ 3, ടോട്ടൽ 7 വേക്കൻസീസ് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ യൂണിറ്റിൽ കാണാൻ പറ്റും ഗ്രാജുവേറ്റിനാണ് ഉള്ളത്. മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത് ഗ്രാജുവേറ്റ് ഉണ്ട്, ഡിപ്ലോമ അപ്രന്റീസ് ട്രേഡ് ഉണ്ട്. ഗ്രാജുവേറ്റ് സിവിൽ ആണെങ്കിൽ 2 വേക്കൻസി, ഇലക്ട്രിക്കൽക്ക് 2, മെക്കാനിക്കൽ 2 കാണാൻ പറ്റും. ഇനി ഡിപ്ലോമ അപ്രന്റീസ് ആണെങ്കിൽ ഇലക്ട്രിക്കൽക്ക് 3, ഡിപ്ലോമ മെക്കാനിക്കൽക്ക് 3 അങ്ങനെ കാണാൻ പറ്റും. അത് യൂണിറ്റ് 3യിലാണ് വരുന്നത്. ഇനി യൂണിറ്റ് 4 കാണാൻ പറ്റും ഗ്രാജുവേറ്റ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ITI 3 ട്രേഡും യൂണിറ്റ് 4 നമുക്ക് വേക്കൻസീസ് ഇവിടെ കാണാൻ പറ്റും. അപ്രന്റീസ്ഷിപ്പ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണുക. ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിച്ചും കൊണ്ട് മാത്രം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഇവിടെ കാണാൻ പറ്റും യൂണിറ്റ് 5 ഗ്രാജുവേറ്റ്, ഡിപ്ലോമ, ITI കാണാൻ പറ്റും. യൂണിറ്റ് 6, 7, 8, 9, 10 അങ്ങനെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കുറെ യൂണിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യൂണിറ്റ് 19 വരെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 19 കാണാൻ പറ്റും ITI അപ്രന്റീസ് ട്രേഡ് ആണുള്ളത്. പ്ലംബർ, സർവേ, വെൽഡർ, കാർപ്പന്റർ അങ്ങനെ ടോട്ടൽ 17 വേക്കൻസീസ് യൂണിറ്റ് 19 അപ്പോൾ ഇതിൽ ഇനി എങ്ങനെ അപ്ലൈ, എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്, നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ, ഗ്രാജുവേറ്റ് സിവിൽ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് BA BTech, BE BTech സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിരിക്കണം. മന്ത്ലി സ്റ്റേപ്പൻഡ് വരുന്നത് 15,000 രൂപയാണ്. ഇനി ഇലക്ട്രിക്കൽ ആണെങ്കിൽ BE BTech തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആവണം, മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണം. അതായത് ട്രേഡ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. ഇപ്പോൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 15,000 ആണ് സ്റ്റേപ്പൻഡ് വരുന്നത്. പിന്നെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഡിപ്ലോമ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഒക്കെ ആണെങ്കിൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതായത് ട്രേഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. ഡിപ്ലോമ അപ്രന്റീസ്ഷിപ്പിന് 13,500 ആണ് സ്റ്റൈപ്പൻഡ് വരുന്നത്. താഴോട്ട് സ്ക്രോൾ ചെയ്യാൻ കാണാൻ പറ്റും പ്ലംബർ, സർവേ, ഫിറ്റർ, മെക്കാനിക് അതായത് ITI ട്രേഡ് ആണെങ്കിൽ, ITI അപ്രന്റീസ്ഷിപ്പ് ആണെങ്കിൽ ITI അതായത് ട്രേഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. 12,000 രൂപയാണ് മന്ത്ലി സ്റ്റൈപ്പൻഡ് വരുന്നത്. പിന്നെ അവിടെ പ്രത്യേകം കൊടുത്തിട്ടുള്ള കാണാൻ പറ്റും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് കാണാൻ പറ്റും, DBT കാണാൻ പറ്റും. അതായത് നിങ്ങൾ നാറ്റ്സ് സ്കീം ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ അപ്രന്റീസ്ഷിപ്പിനെ കൂടാതെ നമുക്ക് ഗവൺമെന്റ് ഡയറക്റ്റ് നമുക്ക് ഡിപ്ലോമ അപ്രന്റീസ്ഷിപ്പിന് 4,000 രൂപയും, ഗ്രാജുവേറ്റ് ആണെങ്കിൽ 4,500 രൂപ നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നാറ്റ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആധാർ സീഡ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് നിങ്ങൾ സീഡ് ചെയ്തിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ട്രാൻസ്ഫർ കിട്ടത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ആയിട്ട് ഗവൺമെന്റ് സാലറി സ്റ്റൈപ്പൻഡ് കൂടാതെ 4,000 രൂപ, ഗ്രാജുവേറ്റ് ആണെങ്കിൽ 4,500 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്ത എലിജിബിലിറ്റി ക്രിറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏജ് വരുന്നത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. 30 വയസ്സിൽ കൂടാൻ പാടില്ല ഏജ്. 30 വയസ്സ് വരെ ഉള്ളവർക്ക് നിങ്ങൾക്ക് 18-ന് താഴെ ആകാൻ പാടില്ല, 30-ന് കൂടാനും പാടില്ല. അപ്പൊ 18 to 30-നിടയിൽ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി വരുന്നത് ഇവിടെ കാണാൻ പറ്റും ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് വരുന്നത് 1 ഇയർ ആണ്. പക്ഷേ അത് എക്സ്റ്റെൻഡ് ആയിട്ട് 2 ഇയർ വരെ എക്സ്റ്റെൻഡ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ 1 ഇയർ 2 ഇയർ വരെ എക്സ്റ്റെൻഡ് ആവും. ഇപ്പോൾ പ്ലേസ് ഓഫ് ട്രെയിനിങ് അതായത് നിങ്ങൾ കൊടുത്ത യൂണിറ്റിനെ ബേസ് ചെയ്തായിരിക്കും പ്ലേസ് ഓഫ് ട്രെയിനിങ് ഒക്കെ വരുന്നത്. പിന്നെ അക്കോമഡേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെയർ ബാച്ചിലർ അക്കോമഡേഷൻ മേ ബി പ്രൊവൈഡ് ടു അപ്രന്റീസ് അറ്റ് ദ ട്രെയിനിങ് ലൊക്കേഷൻ. ഏത് ട്രെയിനിങ് ലൊക്കേഷൻ ആണോ അവിടെ നിങ്ങൾക്ക് ബാച്ചിലർ ഷെയർ ചെയ്തുകൊണ്ടുള്ള റൂം നിങ്ങൾക്ക്
അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അക്കോമഡേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് മന്ത്ലി ഒരു 2500 രൂപ നിങ്ങൾക്ക് കമ്പനി പേഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വർക്കിംഗ് അവർ ലീവ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതർ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ 19 യൂണിറ്റ് വരെ നമുക്ക് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ട്രേഡിന് മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രേഡ് സ്റ്റേറ്റ് റീജിയന് മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ട്രേഡ് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യാനുള്ള സെലക്ഷൻ പ്രോസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ് പറയുന്നത് ഇതിൽ എക്സാമും കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രീ ആണ്, എക്സാം ഇല്ല, ഫീസ് ഒന്നും ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ സെലക്ഷൻ പ്രോസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവേറ്റിന് അപ്രന്റീസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിലെ 20% മാർക്കിന് പ്രിഫറൻസ് കൊടുക്കും. അതേ രീതി തന്നെ 12th പ്ലസ് ഡിപ്ലോമ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 20% കൊടുക്കുന്നതാണ്. ഇതാണ് കൂടുതൽ മാർക്ക് വരുന്നത്, അതിന്റെ 20% കൊടുക്കും. പിന്നെ ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിന്റെ 60% എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങൾ സെലക്ട് ആകുക. അതിന് ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ ആൻഡ് ITI ടെക്നീഷ്യൻ ആണെങ്കിൽ 30% 10ന്റേതും, പിന്നെ അതാത് ട്രേഡ് ഡിപ്ലോമ ആണെങ്കിലും IT ആണെങ്കിലും 70% അതിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെലക്ഷൻ പ്രോസസ് ഉള്ളത്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രിഫറൻസിന് സെലക്ഷൻ. അപ്പോൾ കുറെ പേർക്ക് ഇതിൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അവര് ആ പ്രിഫറൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് കാൻഡിഡേറ്റ് ബിലോങ് ടു പ്രൊജക്ട് എഫക്റ്റഡ് ഫാമിലീസ് ഓഫ് റെസ്പെക്റ്റീവ് പ്രൊജക്ട് പവർ സ്റ്റേഷൻ യൂണിറ്റ്. ഏതെങ്കിലും ഒരു യൂണിറ്റിലെ പ്രൊജക്റ്റിലെ പവർ സ്റ്റേഷൻ ഒക്കെ ഏതെങ്കിലും ഫാമിലിക്ക് എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഇനി അവര് പ്രിഫറൻസ് കൊടുക്കുന്നിടത്ത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പ്രിഫറൻസ് കൊടുത്താലും അവർ ഈ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫൈഡ് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അടുത്തായിട്ട് സെക്കൻഡ് ആയിട്ട് കൊടുക്കുന്ന ആ ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് കൊടുക്കുന്നതായിരിക്കും. മൂന്നാമത്തൂടെ കാണാൻ പറ്റും പവർ സ്റ്റേഷൻ, ആ ഒരു സ്റ്റേറ്റിലുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നാലാമത് വരുന്നതാണ് അതർ സ്റ്റേറ്റ്, അതായത് നമ്മൾ കേരള, ലക്ഷദ്വീപ് അങ്ങനെ വരുന്നവർക്ക് അതർ സ്റ്റേറ്റുകാർക്ക് പിന്നെയാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് എക്സാമും ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരും ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ അവർക്ക് ഈ പ്രിഫറൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് വിടുക. ഇനി അപ്ലിക്കേഷൻ പ്രോസസ്സ് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ നാപ്സിൽ ITI ട്രേഡ് ആണെങ്കിൽ നിങ്ങൾ നാപ്സിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇനി ഗ്രാജുവേറ്റ്, ഡിഗ്രി, ഡിപ്ലോമ ട്രേഡ് ആണെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നാറ്റ്സ് എന്ന വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. നാറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നാറ്റ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നതായിരിക്കും, അതിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാം എന്നുണ്ടെങ്കിൽ നാപ്സിൽ ITI ഉള്ളവർ നാപ്സിലും ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡോക്യുമെന്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാരണം ഈ നമ്മൾ ഇപ്പോൾ ഡിപ്ലോമ ബേസ് ആയിട്ട് അപ്രന്റീസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ട എൻറോൾമെന്റ് നമ്പർ അല്ലെ രജിസ്ട്രേഷൻ നമ്പർ കേൾക്കും നമ്മളോട്. അപ്പോൾ ആ ഒരു നമ്പർ നമുക്ക് കൊടുത്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ നാപ്സിലും നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കിൽ പോയിട്ട് ഈ ഒരു NHPCindia.com എന്ന വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഡോക്യുമെന്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്രന്റീസ്ഷിപ്പ് രജിസ്ട്രേഷൻ എൻറോൾമെന്റ് നാറ്റ്സിൽ കൊടുത്തിട്ടുള്ള ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ വേണം. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ വേണം. ഏജ് പ്രൂഫ് വേണം, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, SSLC, അതുപോലെ ST സർട്ടിഫിക്കറ്റ് ആണ്, SC ആണ്, OBC ആണ്, ആ ഒരു സർട്ടിഫിക്കറ്റ്, പിന്നെ കളർ ഫോട്ടോ സൈസ് ആൻഡ് സിഗ്നേച്ചർ. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 11/7/25 തൊട്ട് നമുക്ക് 11/8/25 വരെ ടൈമുണ്ട്. എന്നിരുന്നാൽ നിങ്ങൾ പെട്ടെന്ന് കൊടുത്തു വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്രന്റീസ്ഷിപ്പ് ചെയ്യാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. NHPC ലിമിറ്റഡ് ആണ്, ഗവൺമെന്റിന്റെ ആണ്. അപ്പോൾ താല്പര്യമുള്ള നിങ്ങൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.